ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥൻ മുരാരി ബാബു, അയാളുടെ രാഷ്ട്രീയം എന്താണ്? ചർച്ച ചെയ്യാൻ അങ്ങയുടെ ഇവിടെ ഈ ചർച്ചയിൽ വലിയ വായിൽ സംഭാഷണം നടത്താൻ സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് നൽകാൻ വന്ന ബഹുമാനിയനായ കോൺഗ്രസ് നേതാവ് തയ്യാറുണ്ടോ? മുരാരി ബാബുവിന്റെ രാഷ്ട്രീയം ഏതാണെന്ന് ഏത് കോൺഗ്രസ് തലപ്പത്തായി ആ മുരാരി ബാബുവിന്റെ സ്വർണം അങ്ങ് ഇടപെടാതെ അങ്ങേക്കെന്താ പൊള്ളിയോ? അങ്ങ് തിരിച്ചിങ്ങോട്ട് കൊടുക്കുമ്പോൾ താങ്കളുടെ പാർട്ടിയുടെ നേതാവ് അടിച്ചു മാറ്റി അതിന്റെ ഇരട്ടി അങ്ങോട്ട് കിട്ടുമ്പോ അങ്ങ് മിണ്ടാതിരിക്കണം. കാരണം എന്താണ്? അല്ല, ആങ്കർ ഇത് കാണുന്നില്ല. ഞാൻ ഇത് താങ്കൾ പറഞ്ഞ പേരെന്താ? അല്ല, താങ്കൾ പറഞ്ഞ INTUC നേതാവിന്റെ പേരെന്താണ്? നേതാവാണ് അവിടെ അടിച്ചു മാറ്റാൻ കഴിയുന്നില്ലേ? ആങ്കർക്ക് ഈ ചർച്ച മര്യാദ പേര് പറയാൻ പറ്റണില്ലേ? തിരുവാഭരണ കമ്മീഷണർ INTUC നേതാവിന്റെ പേര് പറയാൻ അറിയില്ല. തിരുവാഭരണ കമ്മീഷണർ അദ്ദേഹത്തിന് മറ്റുള്ളവർ പറഞ്ഞതിന് മറുപടി സമയം കൊടുക്കണം. അങ്ങയുടെ ഊഴത്തിൽ പറയൂ. കേൾക്കാൻ ഉതകും വിധത്തിൽ ചർച്ച മുന്നോട്ട് പോകുമല്ലോ. ഈ ഗൂഢാലോചനയുടെ ആദ്യത്തെ കല്ല്, ആ കല്ലിനെ തൊണ്ട തൊടാതെ വിഴുങ്ങിയ KS ബൈജു, തിരുവാഭരണ കമ്മീഷണർ, കസ്റ്റോഡിയൻ, ഏതു സംഘടനയുടെ നേതാവാണ്? അതിനൊത്താശ ചെയ്ത ജയശ്രീ ഏത് ദേവസ്വം ബോർഡ് സെക്രട്ടറി ഏതു സംഘടനയുടെ നേതാവാണ്? INTUCയുടെ പ്രസിഡന്റ്. അല്ല, ഇതെന്താ ഇതിൽ ഓരോ കാര്യവും നോട്ട് ചെയ്ത് വെച്ച് എനിക്കറിയാന്നേ. നിങ്ങൾ പിന്നെ എന്ത് മണ്ടത്തരാണ് ഒരാളെ ജനാധിപത്യപരമായ ചർച്ചയില്ല, അങ്ങനെ പറയരുത്. പിന്നെ മണ്ടത്തരത്തിനല്ലാതെ പിന്നെ ഞാനെന്ത് പറയണം? ജേക്ക് സഖാവേ, അത് വേറൊരാളാണ്, അങ്ങ് തെറ്റിദ്ധരിച്ചതാണ്. KS ബൈജു INTUC നേതാവാണോ? എന്നാണ് അത് കോൺഗ്രസ് അങ്ങ് ഉന്നയിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ്. ശരി, ഞാൻ പറഞ്ഞല്ലോ. ജേക്ക് പറയട്ടെ. ഇതാണ് ചർച്ചയുടെ മാനകമെങ്കിൽ, ഇതാണ് ചർച്ചയുടെ രീതിയെങ്കിൽ, ഇതെന്തൊരു ഏർപ്പാടാണ്? ഇയാൾക്ക് തോന്നിയ പോലെ വർത്താനം പറയുകയാണെങ്കിൽ സമീപത്തുള്ള കോൺഗ്രസ് ഓഫീസിൽ പോയിരിക്കണം. മാതൃഭൂമിയുടെ ഫ്ലോറിലല്ല വന്നിരിക്കണം. എനിക്ക് നല്ല ധാരണയുണ്ട്. പാനലിസ്റ്റുകൾ കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്ന ചർച്ചയാണ്. മറ്റുള്ളവർക്ക് അവസരം കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇടപെടരുത് എന്ന്. ഇതിനകത്ത് ബേസിക് പ്രശ്നം എന്താണ്? ഇതിനകത്ത് ഇദ്ദേഹം പറയുന്ന KS ബൈജുവും G ബൈജുവും രണ്ടാണ്. ശരി, പറഞ്ഞല്ലോ. അബിൻ പറഞ്ഞല്ലോ, അബിൻ ആ കാര്യം പറഞ്ഞല്ലോ. ഇനി ജയിക്കത് പറയട്ടെ. ജേക്സി തോമസ്, ഈ KS ബൈജുവും G ബൈജുവും രണ്ടുപേരാണ്, കോൺഗ്രസ്സുകാരനല്ല, CITU-കാരനാണ് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറയുന്നത്. ശരി, നമുക്ക് അവരോട് ചോദിക്കാം കോൺഗ്രസ്സുകാരാണോ ഈ സംഘടന തസ്കര സംഘത്തിലുള്ളത് ചോദിക്കാം. അങ്ങ് എണ്ണി പറഞ്ഞ ഈ പേരുകളുടെ കൂട്ടത്തിൽ എന്നൊരു പേര് കൂടി ഇല്ലല്ലോ. അല്ല, അങ്ങാണ് ഏറ്റവും സംസാരിച്ചത്. അതിനിടയിൽ അബിൻ സംസാരിച്ചു. അത് ഞാൻ അബിനോട് ചോദിക്കാം എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ കണ്ടു. അയ്യോ ഇല്ല, ഒറ്റവാചകം പറഞ്ഞ് പൂർത്തിയാക്കാം. ക്യാപ്സ്യൂൾ വിഴുങ്ങാത്ത കോൺഗ്രസിന്റെ നല്ല നേതാവ് ഇവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ INTUC നേതാവായ ദേവസ്വം സെക്രട്ടറി ബൈജു ചെയ്ത തെമ്മാടിത്തരം എന്ത്? KS ബൈജു എന്ന തിരുവാഭരണ കമ്മീഷണറും ദേവസ്വം സെക്രട്ടറി ജയശ്രീയും മുരാരി ബാബുവും അടങ്ങുന്ന ഈ ദേവസ്വം ബോർഡിലെ ഈ ദേവസ്വം എംപ്ലോയീസ് യൂണിയന്റെ കോൺഗ്രസ് നേതാക്കന്മാർ ചെയ്ത തെമ്മാടിത്തരം എന്ത്? അതാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത്. തിരികെ പറയാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ ഈ സംഘടിത തസ്കര സംഘത്തിന്റെ ഭാഗമായത് എന്നുള്ളത് ചോദിക്കാം. അഡ്വക്കേറ്റ് അബിൻ വർക്കിയോട് ചോദിക്കാം. പക്ഷേ ഈ പറയുന്ന ഈ വിധിയുടെ 3-ാമത്തെ പാരഗ്രാഫിൽ പറയുന്ന ഈ കമ്മ്യൂണിക്കേഷൻസ്, അത് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറും ദേവസ്വം കമ്മീഷണറും തമ്മിലുള്ള ഈ കമ്മ്യൂണിക്കേഷനിൽ ഗോൾഡ് ക്ലാഡഡ് ആയിരുന്ന ഈ പാളികൾ പിന്നീട് ഈ കമ്മീഷണറുടെ ദേവസ്വം ബോർഡിന് അയച്ച കത്തിൽ വെറും കോപ്പർ പ്ലേറ്റ്സ് ആകുന്നത് എങ്ങനെയാണ് എന്ന ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. N വാസുവാണ് ആ പറയുന്ന കമ്മീഷണർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ? അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട CPM പ്രവർത്തകനായിരുന്നില്ലേ എന്നൊരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു. രാഷ്ട്രീയമായി, അതായത് നിങ്ങൾ കോൺഗ്രസ്സുകാര്, നിങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കൾ, ഇവരെല്ലാവരും ചേർന്ന് CPM-ന്റെ കാലത്ത് സംഘടിതമായി കുറ്റകൃത്യം അത് നടപ്പിലാക്കി അതിന്റെ പടി ദേവസ്വം ബോർഡിന് മുകളിൽ സ്ഥാപിക്കാനുള്ള ശ്രമമാണോ നടത്തിയത്?
ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് ഞാൻ ഇടപെടാനുണ്ടായ സാഹചര്യം, ജയ്ക്ക് ആദ്യത്തെ ഘട്ടത്തിൽ പറയുന്നത് തിരുവാഭരണ കമ്മീഷണറായിരുന്ന INTUC നേതാവ് ആ കാലഘട്ടത്തിൽ അവിടെ കുറ്റകരമായ അനാസ്ഥ ചെയ്തു എന്നാണ്. ഞാൻ പറഞ്ഞത് തിരുവാഭരണ കമ്മീഷണറായിരുന്ന, അല്ലെങ്കിൽ ഇന്ന് INTUC നേതാവായ G. ബൈജു, അയാളായിരുന്നില്ല അന്ന് തിരുവാഭരണ കമ്മീഷണർ, KS ബൈജു ആയിരുന്നു എന്നുള്ളതാണ് എന്റെ പോയിന്റ്. അതാണ് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നത്. കാരണം 2019 കാലഘട്ടത്തിൽ അങ്ങ് കേട്ടതിന്റെ കുഴപ്പമുണ്ട്. ശരി, ദേവസ്വം സെക്രട്ടറി ബൈജു ആരാണ്? പോയി ചോദിക്കണം. അങ്ങേക്ക് മനസ്സിലായില്ലേ? ആ ദേവസ്വം സെക്രട്ടറി ബൈജു ഇപ്പൊ INTUC ജില്ലാ പ്രസിഡന്റ്. ഞാൻ തിരിച്ചു മറുപടി പറയുന്നില്ല. ഞാൻ പറയട്ടെ, അങ്ങേക്ക് മനസ്സിലായില്ലേ? ജയിക്ക് ഏത് ബൈജു ആണെങ്കിലും, ഏത് ബൈജു ആണെങ്കിലും, ഏത് കോൺഗ്രസ് ആണെങ്കിലും, ഏത് CPM ആണെങ്കിലും ശരി, അങ്ങനെ ഏത് ബൈജു ആണെങ്കിലും, ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. ഏത് ബൈജു ആണെങ്കിലും, ഏത് കോൺഗ്രസ് ആണെങ്കിലും, അത്രയും ഏത് പാർട്ടിയിൽപ്പെട്ടവരാ, ഏത് സംഘടനയിൽപ്പെട്ടവരാ, ഈ ഭാഗമാണ്. അതായത് ആ മര്യാദയൊന്നും ഞാൻ കണ്ടില്ല. ആ മര്യാദയൊന്നും ഞാൻ കണ്ടില്ല. ഇരിക്കട്ടെ. ആദ്യത്തെ ഗൂഢാലോചന നടന്നത് അത് ഗോൾഡ് ക്ലാഡഡ് പ്ലേറ്റ് എന്നതിന് പകരം കോപ്പർ പ്ലേറ്റ് എന്ന് എഴുതി കൊടുത്തതാണ്. ആരാണ് അത് എഴുതി കൊടുത്തത്? 6/3/2019 കത്തിൽ ദേവസ്വം കമ്മീഷണറാണ് എഴുതി കൊടുത്തത്. ദേവസ്വം കമ്മീഷണർ ആയിരുന്നത് N. വാസുവാണ്. ആ N. വാസുവിന്റെ കത്തിനെ സപ്പോർട്ട് ചെയ്ത് എഴുതിയത് അന്നത്തെ ദേവസ്വം ബോർഡാണ്. ഗോൾഡ് ക്ലാഡഡ് എന്നതിന് പകരം കോപ്പർ പ്ലേറ്റ്, ചെമ്പ് തകിട് എന്ന് എഴുതി വെച്ച് ഈ ഗൂഢാലോചനയിൽ ആദ്യം പങ്കെടുത്തത് ഇവർ രണ്ടുപേരുമാണ്. N. വാസു ആരാണ്? N. വാസു ആരാണ്? CPM നേതാവാണ്. അയാളെ പിന്നീട് ദേവസ്വം പ്രസിഡന്റ് ആക്കി. അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ആരാണ്? അത് പത്മകുമാറാണ്. ആ പത്മകുമാറിന്റെ നേതൃത്വത്തിലെ ബോർഡാണ് അത് എഴുതി വെച്ചത്. ഈ ബോർഡിന്റെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ സംഘടിത നീക്കം അതിന്റെ ഭാഗമായിട്ട് എന്താണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദം ചേർന്ന് മിനിറ്റ്സ് തിരുത്തിയിട്ടുണ്ടോ എന്ന സംശയം കോടതി. ദേവസ്വം കമ്മീഷണർ ആരാണ്? ദേവസ്വം കമ്മീഷണർ ആരാണ്? ദേവസ്വം കമ്മീഷണർ ലെറ്റർ N. വാസുവിന്റെ ലെറ്ററിലാണ് ആദ്യം ചെമ്പ് തകിടെന്ന് എഴുതിയത്. N. വാസു എന്നത് CPM നേതാവാണ്. നിങ്ങൾ CPM-ന്റെ നേതാവായി ദേവസ്വം പ്രസിഡന്റ് ആക്കിയ ആളാണ്. വെളുക്കച്ചിരിയുടെ ക്രെഡിറ്റ് ഉള്ള ജയിക്ക് അതിന് ഉത്തരം പറ. N. വാസു ആരാ? N. വാസു CPM-കാരനാണോ? അയാളെ തള്ളിപ്പറ. N. വാസു അല്ലേ ആദ്യം ഇത് കോപ്പർ പ്ലേറ്റ് എന്ന് എഴുതി കോടതി വിധിയുടെ 3-ാമത്തെ കുറിച്ച് കോടതി പറഞ്ഞല്ലോ. അവരാരാ? അങ്ങൊന്ന് പറ. അടിത്തറ അതാണ്. ഈ അതിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താ? ഇനി ആരാണെങ്കിലും ജയിക്കേ, ഇനി ഏതവനാണെങ്കിലും ഞാനതിലൊരു ക്ലാരിഫിക്കേഷൻ. ഒരു മിനിറ്റ്. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വം കമ്മീഷണർക്കാണ് ഈ കത്ത് അയക്കുന്നത്. അതിൽ ഗോൾഡ് ക്ലാഡഡ് എന്ന് തന്നെയാണുള്ളത്. ദേവസ്വം കമ്മീഷണറാണ് പിന്നീട് ദേവസ്വം ബോർഡിന് ഈ കത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയല്ല. ഇന്നിപ്പോ N. വാസുവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് സംസാരിക്കാൻ കഴിയില്ല, കോടതി വിധി വായിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഫോർവേഡ് ചെയ്ത് കൊടുത്ത ഒരു കാര്യത്തിൽ ക്ലാഡഡ് എന്നുള്ളത് കോപ്പർ എന്നാവില്ല. അപ്പൊ അവിടെ നിന്നൊരു മാറ്റം സംഭവിച്ചു എന്ന് തന്നെയാണ് സാമാന്യ ബുദ്ധി നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ മാറ്റിക്കൊടുത്ത കത്തിലാണ് ഈ 9 പേർ ഒപ്പുവെച്ചത്. ഈ 9 പേർക്കും ആ ഒപ്പുവെച്ചതിൽ ഉത്തരവാദിത്തമുണ്ട്. അവിടെ വായിച്ചിട്ടാണെങ്കിലും വായിച്ചിട്ടല്ലെങ്കിലും വായിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. പക്ഷെ ആദ്യത്തെ തിരുത്തുണ്ടായത് ദേവസ്വം കമ്മീഷണറുടെ ഭാഗത്ത് നിന്നാണ് എന്ന് ഇന്ന് ഈ കോടതി വിധി വായിച്ചാൽ മനസ്സിലാകുന്ന ഒന്നാണ്. എനിക്കൊരു 2-3 കാര്യങ്ങളിൽ അതിൽ മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട്. ഒന്ന്, ജയിക്ക് ആ കോടതി വിധി ശരിയായ വണ്ണം വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം കോടതി വിധി വായിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ജയിക്കിന് ഇപ്പോൾ ബോർഡിനെയും ദേവസ്വം കമ്മീഷണറെയും ഒക്കെ പറയേണ്ടി വരുമായിരുന്നു എന്നുള്ളത് ആദ്യത്തെ കോടതി വിധിയുടെ 3-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. എന്താണ് 3-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്? 1, 16/2/2019 എക്സിക്യൂട്ടീവ് ഓഫീസർ അവിടുത്തെ ഡോറ് ഗോൾഡ് ക്ലാഡഡ് ഡോറ് മെയിന്റനൻസിന് വേണ്ടി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ദേവസ്വം കമ്മീഷണർക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ടായി. ദേവസ്വം കമ്മീഷണർ ആ കത്ത് വായിച്ച് തിരിച്ച് ഒരു കത്ത് കൊടുക്കുകയാണ്. ആ കത്ത് കൊടുക്കുന്നത് 6/3/2019 ആ 6/3/2019 കൊടുത്ത കത്തിലാണ് ആദ്യമായി ഈ ഗൂഢാലോചനയിൽ ആദ്യമായി ഗോൾഡ് ക്ലാഡഡ്, അതായത് സ്വർണം പൊതിഞ്ഞ വാതൽ എന്നതിന് പകരം
കോപ്പർ പ്ലേറ്റ്, ചെമ്പ് തകിട് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. കോടതിയുടെ 3ാമത്തെ പാരഗ്രാഫിലെ ആദ്യത്തെ നിരീക്ഷണം തന്നെ ആദ്യത്തെ ഗൂഢാലോചന നടന്നത് 6/3/2019 അന്നത്തെ ദേവസ്വം കമ്മീഷണർ ഗോൾഡ് ക്ലാഡഡ് ഡോറ് അത് മെയിന്റനൻസിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു കൊടുത്ത ലെറ്ററിൽ കോപ്പർ പ്ലേറ്റ് എന്നാക്കി എന്നുള്ളതിലാണ് എന്ന് ഇന്ന് കോടതി വിധിയിൽ പറയുന്നുണ്ട്. ആരാണ് അന്നത്തെ ദേവസ്വം കമ്മീഷണർ? ആ ദേവസ്വം കമ്മീഷണറുടെ പേര് ജയിക്കിന്റെ പാർട്ടിയുടെ നേതാവായ എൻ വാസു എന്നാണ്. ഈ എൻ വാസു തന്നെയാണ് പിന്നീട് പത്മകുമാർ മാറിയപ്പോ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി മാറി CPM നേതാവായി അവിടെ ഭരിച്ചത് എന്ന് പറയുമ്പോൾ CPMനും ദേവസ്വം ബോർഡിനും അതിനുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് ജെയ്ക് സി തോമസ് പറയണം. ഇനി 2, ദേവസ്വം ബോർഡിന് എന്താണ് അതിന്റെ അകത്ത് ഉത്തരവാദിത്വം? ഈ കത്ത് 20/3/2019 ദേവസ്വം ബോർഡിന്റെ പരിഗണനയിൽ വന്നു. ആരുടെ ബോർഡ്? CPMന്റെ എ പത്മകുമാർ പ്രസിഡന്റായ ദേവസ്വം ബോർഡിന്റെ പരിഗണനയിൽ വന്നപ്പോ ദേവസ്വം ബോർഡ് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞ് ഒരു കത്ത് കൊടുത്തു. ആ കത്തിലും പറയുന്നത് ഗോൾഡ് ക്ലാഡഡ്, സ്വർണം പൊതിഞ്ഞ വാതിലുകൾ എന്നതിന് പകരം കോപ്പർ പ്ലേറ്റ് എന്നാണ്, ചെമ്പ് തകിട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഗൂഢാലോചനയ്ക്ക് ആദ്യത്തെ ക്രമം പാലിച്ച് ചെയ്തു കൊടുത്തത് ദേവസ്വം കമ്മീഷണറും പിന്നീട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായ CPM നേതാവ് എൻ വാസുവും ദേവസ്വം ബോർഡ് എ പത്മകുമാറിന്റെ നേതൃത്വത്തിലാണ് എന്നുള്ളത് ഇന്നത്തെ കോടതി വിധിയിൽ ഒരു സംശയലേശമന്യേ ഇല്ലാതെ സംശയത്തിന്റെ എല്ലാ ലാഞ്ചനയോടും കൂടി കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ CPM ആണ് ആദ്യത്തെ ഗൂഢാലോചന നടത്തിയത്, CPMന്റെ രാഷ്ട്രീയ നേതൃത്വമാണ് ആദ്യത്തെ ഗൂഢാലോചന നടത്തിയത് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇനി 2ാമത്തെ കാര്യം, ഇവിടെ ജയിക്ക് ഏതോ INTUC നേതാവിന്റെ ഒക്കെ കാര്യം പറഞ്ഞു. ഒന്ന്, ജയിക്ക് AKG സെന്ററിൽ നിന്ന് ക്യാപ്സ്യൂള് എടുത്ത് ഇവിടെ പരാമർശിക്കുമ്പോ ചുരുങ്ങിയ ലെവലിൽ അത് കൗണ്ടർ ചെക്ക് ചെയ്യാനുള്ള മാന്യതയെങ്കിലും കാണിക്കണം. ഒന്ന്, നിങ്ങൾ പരാമർശിക്കുന്ന പേര് ജി ബൈജു എന്ന് പറയുന്ന തിരുവാഭരണ കമ്മീഷണറുടെയാണ്. ജി ബൈജു അവിടെ തിരുവാഭരണ കമ്മീഷണർ ആവുന്നത് 2023 ആ ജി ബൈജുവിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് INTUCയുടെ നേതാവാണെന്ന്. 2019 അവിടുത്തെ തിരുവാഭരണ കമ്മീഷണറുടെ പേര് KS ബൈജു എന്നാണ്. ഈ ബൈജു ഏതാ, ചക്ക ഏതാ, കൊക്ക ഏതാണെന്ന് അറിയാതെ ക്യാപ്സ്യൂൾ എടുത്ത് വിഴുങ്ങുമ്പോ ജയിക്ക് അത് കൗണ്ടർ ചെക്ക് ചെയ്യാനുള്ള സാമാന്യ മാന്യത കാണിക്കണം എന്ന് 2ാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഇനി 3ാമത്തെ കാര്യം, ഈ വിഷയത്തിൽ ഇന്ന് ദേവസ്വം വിജിലൻസ് അടക്കം ഇന്ന് കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താ? ഇപ്പൊ നമുക്കറിയാം വിജയ് മല്യ കൊടുത്തത് 30 കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3700 പവനോളം സ്വർണമാണ് കൊടുത്തത്. അതിൽ ദ്വാരപാലക ശില്പത്തിൽ മാത്രം പൂശിയിരിക്കുന്നത് 1.5 കിലോ സ്വർണമാണ്. ഏതാണ്ട് 200 പവനോളം സ്വർണം പൂശിയിട്ടുണ്ട്. ഇന്നത്തെ വിധിന്യായത്തിൽ ഈ സ്മാർട്ട് സൊല്യൂഷൻസിന്റെ CEO നേരത്തെ പറഞ്ഞതനുസരിച്ച് അവരുടെ കയ്യിൽ കിട്ടിയത് പൂർണ്ണമായ ചെമ്പ് തകിടുകൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് അദ്ദേഹം മൊഴി മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് അവിടെ നിന്ന് കിട്ടിയവയിൽ സ്വർണമുണ്ടായിരുന്നു, ആ സ്വർണം ഞങ്ങൾ ഉരുക്കി. ആ ഉരുക്കിയതിന്റെ കണക്കെന്താണ്? ഉരുക്കിയതിന്റെ കണക്ക് ബഹുരസമാണ്. ആ കണക്ക് പ്രകാരം 60 പവൻ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി അടിച്ചു മാറ്റി എന്നുള്ളതാണ് ഇന്ന് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. എന്റെ സംശയം ഇതാണ് മാധു, ഇതിനകത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംശയം എന്തായിരുന്നു? ബേസിക് സംശയം ദ്വാരപാലക ശില്പവും പീഠവും സന്നിധാനത്ത് നിന്ന് പോകുമ്പോ 42 കിലോയായിരുന്നു തൂക്കം. ദ്വാരപാലക ശില്പവും പീഠവും തിരിച്ചു വരുമ്പോ 38 കിലോയാണ് തൂക്കം. എന്ന് പറഞ്ഞാൽ 4 കിലോയുടെ തൂക്കത്തിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ 4 കിലോ എവിടെ പോയി? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സ്വർണം ഉരുക്കി എന്ന് പറയുന്നു. ദ്വാരപാലക ശില്പത്തിൽ നിന്ന് ഏതാണ്ട് 250 ഗ്രാം സ്വർണം മാത്രമാണ് കിട്ടിയത് എന്നാണ് ഈ സ്മാർട്ട് സൊല്യൂഷൻകാരൻ ഇന്ന് കൊടുത്തിരിക്കുന്ന മൊഴി. വ്യാജമാണ്. ഇൻവെസ്റ്റിഗേഷൻ ശേഷം നൽകിയിരിക്കുന്ന റിപ്പോർട്ടല്ല, മൊഴികളുടെ അടിസ്ഥാനത്തിൽ എത്തിയിരിക്കുന്ന നിഗമനങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അബിൻ പറഞ്ഞത് ശരിയാണ്. ഈ പറയുന്ന 4.5 കിലോയുടെ വ്യത്യാസം എന്ന് പറയുന്നത് കണ്ടെത്തേണ്ടതുണ്ട്. അത് ഇവരുടെ ഈ പറയുന്ന മാറ്റി മാറ്റി പറയുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രം എടുക്കേണ്ടതല്ല.